അവസാനം വിജയം കാണും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ളവർ കൊലപാതകം കഴിഞ്ഞിട്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ നാട്ടുകാരെ നിന്ന് സഹതാപം കാണും, നമുക്ക് സ്വന്തമായൊരു ദുഃഖം കാണും. അപ്പോൾ ഈ സഹതാപം ഒരിക്കലും കോടതിയിൽ നിന്ന് വരണമെന്നില്ലല്ലോ. കോടതിക്ക് സംഭവിക്കാൻ ആവശ്യമില്ല, തന്നിട്ടും കാര്യമില്ല. അവർക്ക് നിയമമാണ് ആവശ്യം. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഒരു ദിവസം സത്യം എങ്ങനെയായാലും പുറത്തു വരും, ഉറപ്പായിട്ടും പുറത്തു വരും. ഇത്ര സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നീതിക്കായി നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ ഗവർണർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ്റെ സിറ്റിങ്ങിനായി എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് കുടുംബം. എന്നോടൊപ്പം മാതാപിതാക്കളാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പ്രതികളെല്ലാം ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു മുന്നോട്ടുള്ള നടപടികൾ? ജാമ്യത്തിൽ വിട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിയമപരമായി കൂടുതൽ നിയമം ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് കോടതി കണ്ടു കാണും, കാരണങ്ങൾ കണ്ടു കാണണം. അപ്പോൾ എന്നാലും നമ്മളെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയിലും വളരെ ദുഃഖമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ദുഃഖമാണ്. ഈ ക്രൂരമായി കൊലപാതകം ചെയ്ത പ്രതികളെ ജാമ്യത്തിൽ വിടുക എന്ന് പറഞ്ഞത് അതിപ്പോൾ നമ്മുടെ മാത്രം അഭിപ്രായമാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. അവർക്ക് നിയമപരമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. ഏതായാലും അവസാനം വിജയം കാണും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ളവർ കൊലപാതകം കഴിഞ്ഞിട്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ നാട്ടുകാരെ നിന്ന് സഹതാപം കാണും, നമുക്ക് സ്വന്തമായൊരു ദുഃഖം കാണും. അപ്പോൾ ഈ സഹതാപം ഒരിക്കലും കോടതിയിൽ നിന്ന് വരണമെന്നില്ലല്ലോ. കോടതിക്ക് സംഭവിക്കാൻ ആവശ്യമില്ല, തന്നിട്ടും കാര്യമില്ല. അവർക്ക് നിയമമാണ് ആവശ്യം. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഒരു ദിവസം സത്യം എങ്ങനെയായാലും പുറത്തു വരും, ഉറപ്പായിട്ടും പുറത്തു വരും. ഇത്ര ബ്രൂട്ടലായിട്ട് കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ മുമ്പേ വരും, തെളിവ് സഹിതം മുമ്പേ വരും. ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പ്രഖ്യാപിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മൊഴി കൊടുക്കാനായിട്ടും, മൊഴി മാത്രമല്ല മൊഴികളും പിന്നെ കുറേ തെളിവുകളും, നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ, ഇതുവരെയും കൊടുക്കാത്ത തെളിവുകളും പല കാര്യങ്ങളും കോളേജിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തിന് മുമ്പേ നമ്മൾ കൊടുക്കും. അതിനാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുള്ളത്. കേസന്വേഷണം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. അല്ലാതെ ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരിക്കലും തുറന്നു വിടുന്നു എന്നുള്ളത് നമുക്ക് കണക്കാക്കണ്ട. സത്യം പുറത്തു വരും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനൊരു ആരോപണമുണ്ടോ? അത് ആദ്യം മുതലേ അന്വേഷണം നേർവഴിക്കല്ലല്ലോ പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിൻ്റെ രീതി, ഞങ്ങളതുകൊണ്ടാണ് CBI വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നീക്കങ്ങൾ നല്ലപോലെ നടക്കുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ജാമ്യം കൊടുത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ ഇന്നിപ്പം പ്രധാനമായിട്ടും സിറ്റിംഗ് കമ്മീഷൻ ചോദിച്ച് മനസ്സിലാക്കാൻ സാധ്യത ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. അതെ, അത് നമുക്ക് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും കോളേജ് അധികൃതർ എന്തൊക്കെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. അതെല്ലാം അതിൻ്റെ തെളിവുകളുണ്ട്. ഇപ്പം അന്വേഷണം നടക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. അത് മീഡിയയ്ക്കും അറിയാം. അതെല്ലാം ഏൽപ്പിക്കാം നമ്മൾ. നന്ദി. എന്താണെങ്കിലും നീതി പുലരുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഈ കുടുംബം. രാഹുലിനൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.